Good morning, one and all. Welcome to yet another class. In last class, we discussed about Newton's third law of motion. What is Newton's third law of motion? Yes, to every action there is an equal and opposite reaction. Ale, I want to ask you a question. If they cancel each other? No. Why? The force acting are equal and opposite direction. അതായത് എ എന്ന ഒബ്ജക്റ്റ് ബിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊരു ആക്ഷനാണ്. ബി എന്ന ഒബ്ജക്റ്റ് തിരിച്ച് എയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അതൊരു റിയാക്ഷനായി. അപ്പോൾ അവിടെ ഈക്വലാണ് ഫോഴ്സ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ബട്ട് ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. എ എന്ന ഒബ്ജക്റ്റും ബി എന്ന ഒബ്ജക്റ്റും അത് രണ്ടല്ലേ. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദ ഒബ്ജക്റ്റ് മൂവ് ഇൻ എ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ദ ഫോഴ്സ് വിൽ നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അതുകൊണ്ടാണ് അവിടുത്തെ ഫോഴ്സ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളുടെ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ചോദ്യം ചോദിക്കുകയെന്ന് വെച്ചാൽ ഇഫ് ദ ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദെൻ വൈ ദേ ആർ നോട്ട് ക്യാൻസലിങ് ഈച്ച് അതർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ദ ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് but they are acting on different objects. So the object will move in opposite direction and the force will not cancel each other എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ നമ്മൾ പറഞ്ഞു ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്കിൽ ഇഫ് സോ ദ ടോട്ടൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ചേഞ്ച് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് എക്സർട്ടഡ്. നോക്കിയാലോ നമുക്ക്. One ball on one side. As you can see, when you dropped one ball, the force pushed through and caused one ball on the other side. Let's see what happens when we try two balls. When we tried two balls, the force traveled through the one ball in the center and caused two balls to go out on the other side. Analyze which law caused this reaction, inertia, F equals ma, or action-reaction. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ടല്ലേ, 3.18. അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും കൂടി കണ്ടു. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് കമ്പയർ ചെയ്ത് പറയാം. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് നമ്മളെ ടെക്സ്റ്റിലെ പിക്ചറില്ലേ 3.18 അതിൻ്റെ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വീഡിയോ ഞാൻ കാണിച്ചത്. നമ്മുടെ ടെക്സ്റ്റിലെ വീഡിയോ വെച്ച് നമുക്ക് ഇവിടെ പറയാം. അതായത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു മാർബിൾ ബാക്കിലേക്ക് വലിച്ചു, അതിന് ഫോർവേഡിലേക്ക് റോൾ ചെയ്തു. അത് പോയി ഹിറ്റ് ചെയ്തപ്പോൾ അപ്പുറത്തെ സൈഡിലെ മാർബിൾ നീങ്ങിപ്പോയി ഇല്ലേ. ആദ്യത്തെ ഒരു മാർബിളാണ് നമ്മൾ ഉപയോഗിച്ചത് ഫസ്റ്റ് കേസിൽ. രണ്ടാമതോ നമ്മൾ രണ്ട് മാർബിൾസ് ബാക്കിലേക്ക് ആക്കി റോൾ ചെയ്തപ്പോഴോ അപ്പുറത്തെ സൈഡിൽ 2 പോയി. അതുപോലെ 3 നീക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ 3 പോയി. എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ അത് ബാക്കിലേക്ക് വെച്ച് ഫോർവേഡിലേക്ക് ഒരു റോൾ ചെയ്യിപ്പിച്ചപ്പോൾ അവിടെ പോയി കൊളൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ അതൊന്നും ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിലാണ് മറ്റേ സൈഡിലുള്ള മാർബിൾസ് മൂവ് ചെയ്യുന്നത് അല്ലേ. വെൻ ആൻ ഒബ്ജക്റ്റ് ഹിറ്റ് ദ അനദർ ഒബ്ജക്റ്റ്. പക്ഷേ അവിടുത്തെ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദറ്റ് ഒബ്ജക്റ്റ് ഈസ് റിമൈൻ അൺചേഞ്ച്ഡ്. അതെങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്യാം. ലെറ്റ്സ് വെരിഫൈ ഇറ്റ് വിത്ത് അക്കോർഡിംഗ് ടു ദ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നോക്കിയാലോ. Let us consider two bodies അല്ലെങ്കിൽ two objects A and B. A എന്ന ഒബ്ജക്റ്റിന് മാസ് m1 ആണ്. B എന്ന ഒബ്ജക്റ്റിൻ്റെ മാസോ നമുക്ക് m2 ആയിട്ട് പറയാം. രണ്ടിൻ്റെയും സൈസ് ഐഡൻറ്റിക്കൽ ആണ്, പക്ഷെ അവയുടെ മാസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒബ്ജക്ട്സിൻ്റെ മൂവിങ് വെലോസിറ്റി നമുക്ക് എന്താ നോക്കാം. അതായത് എ എന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്,
ബി എന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയുടെ മൂവിങ് വെലോസിറ്റി എയുടെ u1ഉം ബിയുടെ u2ഉമാണ്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്? സങ്കല്പിക്കും കേട്ടോ, ഞാൻ ഏരോ മാർക്ക് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ രണ്ടും ഒരേ ദിശയിലേക്കാണ്, അതായത് സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇഫ് എ മൂവ്സ് വിത്ത് എ ഗ്രേറ്റർ വെലോസിറ്റി, ഗ്രേറ്റർ വെലോസിറ്റിയോട് കൂടി എ മൂവ് ചെയ്ത് ബീനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബിയും മൂവ് ചെയ്യും. കൊളീഷൻ കാരണം ബിയും മുന്നിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് വരും? യെസ്, അവരുടെ വെലോസിറ്റിക്ക് ചേഞ്ച് വരും, പക്ഷേ അവരുടെ മാസിന് ചേഞ്ച് വരില്ല. നോക്കാം. എ എന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് m1 തന്നെയാണ്, ബി എന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് m2 തന്നെയാണ്. അത് രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. എയുടെ വെലോസിറ്റി എന്താവും? v1, ബിയുടെ വെലോസിറ്റിയോ v2. ക്ലിയർ ആയില്ലേ? ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് ഇതെപ്പോൾ സംഭവിച്ചതാണ്? ആഫ്റ്റർ കൊളീഷന് ശേഷമാണ് ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ മുകളിലത്തെയോ ബിഫോർ കൊളീഷൻ ആയിരുന്നു. കൊളീഷൻ നടക്കുന്നതിന് മുമ്പുള്ള വെലോസിറ്റിയാണ് u1, u2. കൊളീഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വെലോസിറ്റിയോ അവിടെ ചേഞ്ച് വന്നു പറഞ്ഞില്ലേ? v1, v2. പക്ഷേ അവിടെ മാസിന് ചേഞ്ച് വരുന്നില്ല. സോ ലെറ്റ് us find out a total momentum of the system. According to Newton's third law of motion, ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ എന്താ പറഞ്ഞത്? F12 is equal to minus F21 എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് F12 is the force exerted on the first object by a second one. ഇവിടെ എടുക്കുമ്പോൾ ബി എന്ന ഒബ്ജക്റ്റിൽ എ എന്ന ഒബ്ജക്റ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ F12 എന്ന് പറയാം. F21 എന്തായിരുന്നു? ദ റിയാക്ഷൻ എക്സേർട്ടഡ് ഓൺ ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ബൈ ദ ഫസ്റ്റ് വൺ. അതായത് സെക്കൻഡ് ഒബ്ജക്റ്റ് ഫസ്റ്റ് ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ F21 എന്ന് പറയുക. അപ്പോൾ അതാണ് അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ F12 is equal to minus F21. അതായത് ഇവിടെ ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? അങ്ങനെയാണെങ്കിൽ the total momentum before collision എന്തായിരിക്കും? m1u1 plus m2u2. ഞാൻ പറഞ്ഞിരുന്നു മാസ് m1ഉം m2. അതെങ്ങനെയാണ്? എ എന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് m1, ബി എന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് m2. എ എന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് u1, ബി എന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് u2. അപ്പോൾ ബിഫോർ കൊളീഷനാണ് ഇങ്ങനെ. ഇനി ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? ടോട്ടൽ മൊമെൻറ്റം m1 into v1 plus m2 into v2. Clear ആയില്ലേ? So the force acting on the two objects at the same time of collision. The force acting on the two objects at the time of collision can be found out by second law of motion. നമുക്ക് second law of motion വെച്ച് കണ്ടുപിടിച്ചൂടെ? F is equal to ma. അപ്പോൾ നമുക്ക് ആദ്യം ഇനീഷ്യൽ മൊമെൻറ്റം എന്താ നോക്കാം. ഇനീഷ്യൽ മൊമെൻറ്റം എ ആണ് m1u1. ഓക്കെ, ഫൈനൽ മൊമെൻറ്റോ m1v1 ആണ്. ക്ലിയർ ആയില്ല? അതെങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം കാണിച്ച സ്ലൈഡിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി u1 ആണ് ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷനാണ് അത് v1 ആയി മാറിയെന്ന് പറഞ്ഞില്ലേ? അതാണ്. അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ m1v1 മൈനസ് m1u1. ഓക്കെ, സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തായിരിക്കും? m1v1 മൈനസ് m1u1 ബൈ ടൈം t. അതായത് the rate of change of momentum of A if time of collision is t ആണെങ്കിൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് m1v1 മൈനസ് m1u1 ബൈ t. ഇങ്ങനെയാണെങ്കിൽ let us find out the equation for the case of B. So the initial momentum of B m2u2, then the final momentum of B is m2v2. Then the change of momentum of B is equal to final momentum minus initial momentum, that is m2v2 minus m2u2. Then the rate of change of momentum of B will be m2v2 minus m2u2 by t.
Okay, clear ആയില്ലേ? AD BD rate of change of momentum? So, according to the second law of motion, rate of change of momentum is directly proportional to the external force. External ഫോഴ്സുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് നമ്മൾ സെക്കൻഡ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. Then how we will find the force exerted by B on A? B എയിൽ എക്സെർട്ട് ചെയ്ത ഫോഴ്സും A Bയിൽ എക്സെർട്ട് ചെയ്ത ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. So FAB is equal to m1v1 minus m1u1 by t. So FBA is equal to the FBA equal to m2v2 minus m2u2 by t. Clear ആയില്ലേ? അപ്പോൾ according to third law of motion FAB is equal to minus FBA. അപ്പോൾ FABയുടെ സ്ഥാനത്ത് എന്താണ്? m1v1 minus m1u1 by t is equal to minus FBയുടെ സ്ഥാനത്തോ m2v2 minus m2u2 by t. ആ രണ്ട് ടീം കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് m1v1 മൈനസ് എന്ത് കിട്ടും? m1u1 is equal to minus m2v2 പ്ലസ്, അതായത് ഇവിടെയും മൈനസ് ഇവിടെയും മൈനസ്, അപ്പോൾ അത് പ്ലസ് ആയി മാറി m2u2 കിട്ടി. ഇനി ഇതിൽ v1 m1v1 പ്ലസ് m2v2, അതായത് ഇവിടെ നിന്ന് മൈനസ് സൈൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടപ്പോഴാണ് ഇവിടെ പ്ലസ് ആയത്. അപ്പോൾ ഈ മൈനസ് ഇങ്ങോട്ട് പോയപ്പോൾ എന്താ? ഇവിടെയും പ്ലസ് ആയി. m1u1 പ്ലസ് m2u2 അങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ thus we see that the total momentum after collision is equal to the total momentum before collision. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? thus we see that the total momentum after collision is equal to total momentum before collision. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനിലും മൊമെൻറ്റം ഈക്വൽ ആണെന്ന് മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ടു ബി റിമെമ്പർഡ് ദാറ്റ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഓൺ ബി ആൻഡ് ദാറ്റ് ഓൺ എ ബൈ ബി ആർ ഇൻറ്റേർണൽ ഫോഴ്സ് ആസ് ഫാർ ദ സിസ്റ്റം ഈസ് കൺസേൺ. നമുക്കിതിനെ ഒരു ലോ ആയിട്ട് തന്നെ പറയാം. അതായത് നമ്മൾ ഇത് തുടങ്ങണം, വെരിഫൈ ചെയ്യാനാണ് നമ്മളിത് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റുമായി കൊളൈഡ് ചെയ്തു, പക്ഷേ അവിടുത്തെ ടോട്ടൽ മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സൻസിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഇതിനെയാണ് നമ്മൾ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ മനസ്സിലാക്കിയ ടോപ്പിക് ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റമാണ്. മനസ്സിലായില്ലേ? So according to the law, in the absence of external force, the total momentum of a system is constant. അതായത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സൻസിൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെയാണ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ നോക്കാം. സോ നമുക്ക് ഈ ലോ വെച്ചിട്ട് അപ്ലിക്കേഷൻ നോക്കാം. നമ്മളൊരു ഗൺ ലോഡ് ചെയ്തു, അത് എന്നിട്ട് ഫയർ ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള ബുള്ളറ്റ് പുറത്തേക്ക് പോയി വിത്ത് ഹൈ വെലോസിറ്റി. അതോടുകൂടി ഒരു റീകോയിൽ ഉണ്ടായി ഗണ്ണിന് പുറകോട്ട്. നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് തേർഡ് ലോയിൽ ദർ ഇസ് എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. അപ്പോൾ ഗണ്ണ് ഫയർ ചെയ്തപ്പോൾ ബുള്ളറ്റ് ഹൈ വെലോസിറ്റിയിൽ പോയി, അതോടുകൂടി ഗൺ ബാക്കിലേക്ക് ഒന്ന് മൂവ് ചെയ്തു വിത്ത് എ ലോ വെലോസിറ്റി. ഗൺ മച്ച് മാസീവ് ദാൻ ബുള്ളറ്റ്. സോ നമ്മൾ ദ മാസ് ഓഫ് എ ഗൺ ഈസ് ക്യാപിറ്റൽ എം ആൻഡ് ബുള്ളറ്റ് ഈസ് സ്മോൾ എം. And the velocity of the bullet we denoted small v and the gun is capital V. According to our law, the total momentum before firing is equal to total momentum after firing. Recoil ചെയ്ത വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിനാണ് ഇവിടെ നമ്മൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ലോയുടെ കാര്യമൊക്കെ പറഞ്ഞത്. So the total momentum before firing 0. Total momentum after firing capital M into capital V plus small m into V. According to this law of conservation of momentum, total momentum before firing is equal to total momentum of after firing. നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ 0 is equal to capital M into capital V plus small m into V. So നമ്മൾ എം വിന് സ്മോൾ എം വിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊടുന്നപ്പോൾ ക്യാപിറ്റൽ എം വി ഈക്വൽ ടു മൈനസ് എം വി. അപ്പോൾ നമുക്കിവിടെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണാണ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. ഇതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത്. The negative sign indicates the gun moves in opposite direction of a motion of a bullet.
മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഫയർ ചെയ്തപ്പോൾ ബുള്ളറ്റ് പോയ ഡയറക്ഷനിക്കല്ലല്ലോ ഗൺ മൂവ് ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിക്കല്ലേ. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ലോ മനസ്സിലായില്ലേ? സിമ്പിളാണ്, വായിച്ചോളൂ. ഓക്കെ, താങ്ക് യു.